പരിഷ്കൃത സൊസൈറ്റി വരെ ഈ തെമ്മാടിത്തരത്തിന്, ഈ തിന്മക്ക് വശംവദരായി പോയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണല്ലോ. അടുത്ത കാലഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ചില പ്രവചനങ്ങൾ, ജ്യോതിഷി നടത്തിയ ചില പ്രവചനങ്ങൾ മുടങ്ങിപ്പോയി, തെറ്റിപ്പോയപ്പോഴാണ് അവരെ പിടിച്ച് കൂട്ടിലിടാൻ മുഖ്യമന്ത്രിക്ക് തോന്നിയത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം. അഥവാ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, ഇവരുടെയും മുകളിലുള്ള ഒരാളുണ്ട്. അതാണ് ജ്യോത്സ്യം, ജ്യോതിഷം എന്നൊക്കെ പറയുന്നത്. ലോകത്തിന് പല എല്ലാ നോക്കൂ നിങ്ങൾ, ലോകത്തെ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും നക്ഷത്ര ഫലം പ്രസിദ്ധീകരിക്കാത്ത മാഗസിനുകൾ അമേരിക്കയിലോ ഫ്രാൻസിലോ ഇല്ല എന്നാണ് ചരിത്രം. ഫ്രാൻസിൽ 25,000 ജ്യോത്സ്യന്മാരുണ്ടത്രേ. 25,000 ദിനേന 20,000 കസ്റ്റമറുകൾ ജ്യോത്സ്യന്മാർക്കുണ്ട് എന്നാണ് കണക്ക്. ഫ്രാൻസിൽ മാത്രം ആസിമത്തുൻ നൂർ, പ്രകാശത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്ന പാരീസിൽ മാത്രം 100 കണക്കിന് ജ്യോത്സ്യന്മാരുണ്ട് എന്ന് വർത്തമാന ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, മനുഷ്യർ ഈ തിന്മയെ, ഈ വലിയ അന്ധവിശ്വാസത്തെ എത്ര വലുതായി തന്റെ പരിഷ്കൃതരായി എന്ന് പറഞ്ഞിട്ടും അത് അവരുടെ ജീവിതത്തിൽ എത്ര പഥ്യമായി തീർന്നിട്ടുണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇതിന്റെ ഉള്ളുകളിൽ നമുക്കൊന്ന് ആലോചിക്കാം. അല്ലാഹു പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജ്യോത്സ്യൻ എന്ന് പറയുന്നത് ജ്യോതിഷം ശൈത്വാനിയത്താണ്. മൻ ഖതബസ സുഅബതൻ മിനൻ നജ്മി ഫഖദ് ഖതബസ സുഅബതൻ മിനസ് സിഹ്രി ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും ഒരൽപ്പം ജ്യോതിഷം പഠിച്ചാൽ അവൻ സിഹർ പഠിച്ചിരിക്കുന്നു. സിഹർ, ജ്യോത്സ്യം സിഹറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി പറഞ്ഞു, ശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി അലാ ലഹുൽ ഖൽഖു വൽ അംർ അല്ലാഹു അല്ലദീ റഫഅ അസ്-സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ثم استوى على العرش سخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ അറാഫിന്റെ 54-ാമത്തെ വചനം, സൂറത്തുർ റഅദിന്റെ 2-ാമത്തെ വചനം. അല്ലാഹു പറയുന്നു, വശംസ വൽ ഖമറ, ശംസിനെയും ഖമറിനെയും വന്നുജൂമ, നക്ഷത്രങ്ങളെയും അതിനെയൊക്കെ മനുഷ്യൻ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്. സഖറാത്തിൻ ബിഅംരിഹി, യാത്തിനെയും അല്ലാഹു വഴിപ്പെടുത്തുന്നു. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم ينبغي أن تدرك وكل في فلك يسبحون. അല്ലാഹു പറയുന്നു, എല്ലാം മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു കീഴ്പ്പെടുത്തിയതാണ്. മനുഷ്യരെ, നിങ്ങൾ അതിനെ നമിക്കേണ്ടതില്ല. മനുഷ്യരെ, നിങ്ങൾ അതിനെ കണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടിയല്ലോ അവൻ ജീവിക്കുന്നത്. നിങ്ങൾ നശിക്കുമ്പോഴാണ് അവയെ എടുത്തു മാറ്റുന്നത്. എന്തിനാണ് ഈ ആകാശവും ഈ ഭൂമിയും മുഴുവനും? സത്യത്തിൽ മനുഷ്യർക്ക് വേണ്ടിയല്ലേ? മനുഷ്യൻ നശിക്കുമ്പോഴാണ് അല്ലാഹു അവയെ എടുത്തു മാറ്റുന്നത്. അങ്ങനെയല്ലേ? ഫൈദാ ജാഅതിത് ത്വാമ്മത്തുൽ കുബ്രാ. എപ്പോഴാണ് ഈ പ്രപഞ്ചം തകരുക? എപ്പോഴാണ് മനുഷ്യൻ തകരുക? അപ്പോൾ ഈ സൗരയൂഥത്തെക്കാൾ വലിയ സൗരയൂഥം, ഭൂമിയേക്കാൾ 189 ഇരട്ടി വ്യാസമുള്ള സൂര്യനേക്കാൾ വലിയ സൂര്യൻ മനുഷ്യനാണ്. അല്ലാഹു മനുഷ്യർക്ക് നൽകിയ കഴിവും സൗകര്യവുമാണ് എന്നാണ് പറഞ്ഞ വാക്കിന്റെ താല്പര്യം. മനുഷ്യർ, അല്ലാഹു അല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ثم استوى على العرش سخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. എല്ലാം അല്ലാഹു വഴിപ്പെടുത്തി തന്നതാണ്. റബ്ബിനെ നിങ്ങൾ വഴിപ്പെടുക, റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, റബ്ബിനെ പേടിക്കുക. റബ്ബിന്റെ ഒരു സൃഷ്ടിയെയും പേടിക്കേണ്ടതേ ഇല്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു
കഅബാലയത്തിന്റെ മൂലയിൽ സ്ഥാപിച്ച പരിശുദ്ധമായ ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ വേണ്ടി ചെന്നപ്പോ പറഞ്ഞു, ഇന്നക ഹജറും മിനൽ അഹ്ജാർ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ല. ലൗലാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹ് എന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ മാ ഖബ്ബൽതുക്, നിന്നെ ഞാൻ ചുംബിക്കൂലായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു. നിങ്ങൾ ചിന്തിക്കണം, ഇവക്കൊന്നും ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ ജ്യോതിഷികളെ മനുഷ്യൻ ആശ്രയിക്കുന്നു. ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും അടിസ്ഥാനം അവരുടെ ഗ്രഹനിലയാണ്. ജൂപ്പിറ്ററാണ്, നെപ്റ്റ്യൂണാണ്, അല്ലെങ്കിൽ ശനിയാണ്, ശുക്രനാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നു. ചൊവ്വാദോഷം വന്നു എന്നതിന്റെ പേരിൽ ജീവിതം മുഴുവനും ഗതിമുട്ടിപ്പോയ എത്ര പെണ്ണുങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. മനുഷ്യരെ നാണല്ലേ ഇതൊക്കെ പറയാൻ? ഈ പരിഷ്കൃത കാലഘട്ടത്തിലും ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയാൻ പരിഷ്കൃത മനുഷ്യരെ നാണമില്ലേ നമുക്ക്? ഇത് രസം എന്താണെന്നറിയോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ? ഈ ചൊവ്വാദോഷത്തെ അവലംബിക്കുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങളും കൂട്ടത്തിലുണ്ട്. ജാതകം നോക്കുക, നാളെ നോക്കുക, ആ വിട്ടമാണെങ്കിൽ തവിട്ടിലും നേടുന്ന അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? ജനിച്ചാലുടനെ നാള് നോക്കും. കലണ്ടറുകൾ മുഴുവനും നാളോടുകൂടിയ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നക്ഷത്രഫലത്തോടുകൂടിയാണ് എല്ലാ കലണ്ടറും. ഇനി തൽക്കാലം ഒരു സമസ്തന്റെ കലണ്ടറോ ഒരു SKSFന്റെ കലണ്ടറോ വാങ്ങി വെച്ചാൽ തന്നെ അതും കൂടെ കൂട്ടത്തിലുള്ള ഒരു മനോരമയോ മാതൃഭൂമിയോ കൂടി തൂക്കിയാലേ ഒരു റാഹത്തുണ്ടാവുള്ളൂ. കാരണം ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും ഇവിടെ നമ്മളുള്ളത്. അത് തന്നെ ഒരു തത്വശാസ്ത്രമാക്കി മാറ്റിയല്ലോ നമ്മളും. ഞാൻ വിശദീകരിക്കുന്നില്ല, വിശ്വാസികൾ ചിന്തിക്കണം. അവിട്ടം നാളിൽ ജനിച്ചാൽ തവിട്ടിലും നേടുന്നാ പറയാ. ഒരു ആലിമിനെ പറ്റി ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നാളെ ഔട്ടമല്ലേ? എന്നോടൊരാള് പറയാ. ഒരു ആലിമിനെ കുറിച്ച് ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു ആലിമിനെ കുറിച്ച്, കേരളത്തിൽ പ്രഗത്ഭനായ ഒരു ആലിമിനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, അവിട്ടം നാളല്ലേ, പിന്നെ മടങ്ങൂലല്ലോ, പോക്കന്നല്ലേ, തവിട്ടിലും നേടുന്നല്ലേ പറഞ്ഞത്. ആരപ്പി പറഞ്ഞതെന്നറിയോ? ഒരു ആലിമിനെ പറ്റി പറയുന്നത്. ആലിമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് തന്നെ വിശ്വാസം ഇങ്ങനെ. മനുഷ്യരെ ഇതൊക്കെ ചിന്തിക്കണ്ടേ? ഇതൊക്കെ ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഫഖദ് ഇഖ്തസബ ശുഹബതം മിനസ്സിഹ്രി, അത് സിഹ്റാണ്, മാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖാലിദ് അബ്ദുൽ ബർ എന്ന ഒരു സൗദി അറേബ്യൻ പണ്ഡിതൻ, നിങ്ങൾ തമാശ പറയല്ല, ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ആഴ്ചയിൽ ടെലിവിഷനിൽ പ്രധാനപ്പെട്ട ഒരു ജോത്സ്യനെ ഏർപ്പെടുത്തിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നക്ഷത്രഫലം പറയുന്നുണ്ടത്രേ. ഒരിക്കൽ ഷെയ്ഖ് ഖാലിദ് അബ്ദുൽ ബർ എന്ന സൗദി അറേബ്യൻ പണ്ഡിതൻ അൽ മുസ്ലിമൂൻ പത്രത്തിൽ ഒരു റിപ്പോർട്ട് എഴുതിയിരുന്നു. എന്താണെന്നറിയോ? അയാൾ ജോർദാൻ ടെലിവിഷനിൽ കണ്ട ഒരു വിഷയം. ജോർദാൻ നമുക്കറിയാമല്ലോ, ജോർദാൻ നമുക്കറിയാം ഹുസൈൻ രാജാവിന്റെ നാടാണ്. ഇപ്പോൾ അബ്ദുള്ള രാജകുമാരൻ ഭരിക്കുന്ന, ഹുസൈൻ രാജാവിന്റെ മോന് ഭരിക്കുന്ന രാജ്യം ഹാഷിമിയ കുടുംബമാണ്. അല്ലാഹു തആല കുടുംബത്തെ നിലനിർത്തട്ടെ. പക്ഷെ രാജ്യത്തിന്റെ സ്വഭാവം പൊതുനിലയും നിങ്ങൾ ആലോചിക്കണം. കാര്യം അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ എന്താ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജ്യോത്സ്യപ്രവചനം ഉണ്ടാകും, ജ്യോതിഷം. ഷെയ്ഖ് ഖാലിദ് അബ്ദുൽ ബർ എന്ന ഒരു പണ്ഡിതൻ, സൗദി അറേബ്യൻ പണ്ഡിതൻ, താൻ ജോർദാൻ ടെലിവിഷനിൽ കണ്ട ഒരു കാര്യം, ഒരു ജ്യോത്സ്യനുമായി സംഭാഷണം നടത്തുക, തത്സമയം ജ്യോത്സ്യൻ മറുപടി പറയാ. ഒരാൾ ചോദിക്കാണ്, എനിക്ക് ഈ ആഴ്ച കുറച്ച് വിഷമം തോന്നുന്നുണ്ട്, എന്റെ ഈ ആഴ്ചയുടെ വിഷയം ഒന്ന് പറഞ്ഞു തരൂ. ഉടനെ ഇയാളെ കുറിച്ച് അന്വേഷിച്ചിട്ട് ജ്യോതിഷി പറയുന്നു, നിങ്ങൾ ഈ ആഴ്ച തൊഴിലിന് പോകരുത്, നിങ്ങൾ അവധിയെടുക്കണം, നിങ്ങൾ പുറത്തിറങ്ങരുത്, നിങ്ങൾ പുറത്തിറങ്ങിയാൽ വണ്ടി മുട്ടാൻ വരെ സാധ്യതയുണ്ട് എന്ന് ജ്യോതിഷി പറയുന്നു. അയാൾ ശരിവെക്കുന്നു. വേറൊരാൾ പറയുന്നു, ഞാനൊരു കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്, ഗ്രഹനിലയെ പറ്റി നോക്കുന്നു, ജാതകം പരിശോധിക്കുന്നു. എന്നിട്ട് ജ്യോതിഷി പറയുന്നു, എവിടെയാ ഇത് നടക്കുന്നതെന്ന് അറിയണം. ഇസ്ലാമിക രാജ്യമായ ജോർദാനിലെ പോലും അവസ്ഥ ഇങ്ങനെയാണ്. ജ്യോതിഷി പറയുന്നു, ആ കച്ചവടം നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങൾ ആ പൈസ മടക്കി വാങ്ങണം, അഡ്വാൻസ് തിരിച്ചു വാങ്ങണം, നല്ലതല്ല. വേറൊരാൾ തന്റെ മകളുടെ വിവാഹത്തെ പറ്റി പറയുന്നു. അപ്പോൾ ജ്യോത്സ്യൻ പറയുന്നു, നിങ്ങൾക്ക് മകളുടെ ഗ്രഹനില ശരിയല്ല, ഇപ്പോൾ നെപ്റ്റ്യൂൺ നേരെയല്ല, ജൂപ്പിറ്ററിന്റെ ഗ്രഹനില നിങ്ങൾക്ക് ശരിയായ വിധത്തിലല്ല, അതുകൊണ്ട് ഈ ഞാറ്റുവേളയിൽ നിങ്ങൾ മകളെ കെട്ടിച്ചാൽ മകൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. എവിടെയാണിത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം.
ഇസ്ലാമിയത്തിന്റെ പ്രദേശം എന്ന് പറയുന്ന ലോകത്തെ പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രാജ്യമായ ജോർദാനിൽ പോലും അവിടുത്തെ ടെലിവിഷനാണ്, സർക്കാരിന്റെ ടെലിവിഷൻ പോലും ഇത് സംപ്രേഷണം ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കണം. ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമായ അൽ മുസ്ലിമും പത്രം ഒരിക്കൽ പറയുകയുണ്ടായി, പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യമായ മൊറോക്കോവിൽ 16,000 കൈനോട്ടക്കാരുണ്ട്. മൊറോക്കോവിൽ മാത്രം. അൽ മഗ്രിബ് എന്ന പേരിലുള്ള മൊറോക്കോ ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മൊറോക്കോ നിങ്ങൾക്കറിയാമല്ലോ. ടുണീഷ്യ, മഗ്രിബ് ഒക്കെ എല്ലാവർക്കും അറിയാം. ലോകത്തെ പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യമായ മൊറോക്കോവിൽ 16,000 കൈനോട്ടക്കാർ. നിങ്ങൾ ആലോചിക്കണം. എന്റെ ഭാഗ്യമറിയാനുള്ള താല്പര്യം ഇപ്പോഴും ഞാൻ പറയട്ടെ, ഒരു വിഷയം ഉത്സവത്തിനൊക്കെ പോയാലും പോയില്ലെങ്കിലും ഏതെങ്കിലും വീട്ടിന്റെ ഏതെങ്കിലും അങ്ങാടിയുടെ പരിസരത്ത് ഒരാൾ കയ്യിന്റെ രേഖാചിത്രവും ഉണ്ടാക്കി ഇരിക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആരാ ഇവിടെ കൂടുതലും ആശ്രയിക്കുന്നത്? മുസ്ലിമീങ്ങൾ, മുസ്ലിം പെണ്ണുങ്ങൾ. എല്ലാ മുസ്ലിം വീടുകളിലൊക്കെ ഇത് സുലഭമല്ലേ? ഇതൊക്കെ നിത്യമല്ലേ? ഇല്ലേ ഈ നാട്ടിൽ? നിങ്ങൾ ചിന്തിക്ക്. അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഇല്ലേ? തത്തയെയും പിടിച്ചിട്ട് കൈനോട്ട നോക്കാൻ വേണ്ടി നടക്കുന്ന കൈനോട്ടക്കാർ. അതൊക്കെ ശുഅബത്തും മിനസ് സിഹ്റാൻ. ഇതൊക്കെ സിഹറിന്റെ ഭാഗമാണ്. ആരും സംശയിക്കണ്ട. അതൊക്കെ ഇസ്ലാമിയത്തിൽ നിന്ന് ശിർക്കിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ചിലപ്പോ 1-2 വാക്ക് അവര് പറഞ്ഞത് ശരിയായെന്നിരിക്കാം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഉറക്കം കൊണ്ട് പോകണം, നല്ലോണം ചിന്തിക്കണം. ഇത് തമാശയല്ല, ഇതൊരു പഠനമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ വഹദാനിയത്ത് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. നീ നിന്റെ കരുണ ഞങ്ങളുടെ ഈ സദസ്സിന്റെ മേലും ചൊരിഞ്ഞു തരണമേ അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന എല്ലാരെയും ദോഷം പൊറുക്കണമേ അല്ലാഹ്. നിന്റെ വഹദത്ത്, നിന്റെ തൗഹീദ് ഞങ്ങളെ ഖൽബിൽ ഉറപ്പിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ കാലഘട്ടത്തോട് ഏറ്റവും യോജിച്ച ഒരു സദസ്സായി ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണമേ അല്ലാഹ്. ഇത് ഹബീബിന്റെ മദീനത്തുൻ നബവിയെ പോലെ, മസ്ജിദുൻ നബവിയെ പോലെ പ്രൗഢവും ഉജ്ജ്വലവും ദീപ്തവുമാകണമേ തമ്പുരാനെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാതീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ അസീം യുൽഖൂന അസ്സമാ വഅക്തറുഹും കാദിബൂൻ. നല്ല പ്രധാനപ്പെട്ട ആയത്ത സൂറത്തു ശുഅറാഇന്റെ 221, 222, 223 ആയത്തുകൾ ചിന്തിക്കണം. വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നവരൊക്കെ എഴുതി വെക്കണം, മനസ്സിലാക്കണം. ഖുൽ ഹൽ ഉനബ്ബിഉകും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അലാ മൻ തനസ്സലു ശയാതീൻ, ആരമേലാണ് പിശാചുക്കൾ ഇറങ്ങി വരുന്നത്. പിശാചുക്കളാണ് ഈ ജ്യോത്സ്യന്മാർക്ക് കാര്യം ഇട്ടുകൊടുക്കുന്നത്. ചിലപ്പോഴൊക്കെ അതിൽ ഒരു സത്യമുണ്ടാകാം. എന്തിനു വേണ്ടി? 99 കളവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സത്യമൊക്കെ ഇടയിൽ കയറാ. ഏറിയ കുറും അബദ്ധം, 99% അബദ്ധത്തിന്റെ ഇടയിൽ ഒരു സുബദ്ധം കൊടുക്കും. എന്തിനു വേണ്ടി? പിശാചുക്കൾ ചില സത്യവും കുറെ അസത്യവും ഇട്ടുകൊടുക്കും. അതിങ്ങനെ വെളിച്ചപ്പാടായി ഒന്നിരിക്കൽ അവർ കവറിനുള്ളിച്ച് പറയും. എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും. ആൾ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. മൊക്കനയിട്ട കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ?
ഒരാൾ ദൈവത്തെ ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു. എന്റെ ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ ഫഖദ് അശ്റകത് ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് 5 വഖത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്തിൽ പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ ലിൽ മുസല്ലീൻ. നിസ്കരിച്ച് നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ അസീം. തിന്മ ചെയ്യുന്ന, കളവ് പറയുന്ന ജ്യോത്സ്യന്മാരുടെ മേർക്ക് പിശാചുക്കൾ ഇറങ്ങി വരും. എന്നിട്ട് യുൽഖൂന സമഅ, ഇവരുടെ ചെവിയിൽ എന്തെങ്കിലും ഇട്ടുകൊടുക്കും. വഅക്തറഹും കാദിബൂൻ, അവരെന്തെങ്കിലും നുണകൂട്ടി പറയുകയും ചെയ്യും. ഇതാണ് ജ്യോതിഷമെന്ന് വിശുദ്ധ ഖുർആൻ. 100ൽ 1 ശരി ഉണ്ടാവും, 99 അബദ്ധമാവും. എന്നിട്ട് മനുഷ്യൻ അതിന്റെ പിന്നാലെ കൂടുന്നു. ആകാശത്ത് നടക്കുന്ന ഗൈബിന്റെ വിജ്ഞാനങ്ങളിൽ നിന്ന് മോഷണം നടത്തും. പിശാചുക്കൾ മോഷണം നടത്തും. ഒരു 100 നുണയെങ്കിലും അതിലേക്ക് ചേർക്കുകയും പിശാചുക്കൾ അവരെ അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നേർക്കത് ഇട്ടുകൊടുക്കുകയും ചെയ്യും. മിനൽ ഇൻസി, മനുഷ്യന്മാരിൽ അവരെ ആരാധിക്കുന്നവർക്ക് അത് ഇട്ടുകൊടുക്കും. ഫയുഹദ്ദിസൂന ബിഹാ, അങ്ങനെ അവർ വലിയ അത്ഭുതങ്ങൾ വിളിച്ചു പറയും. ഫയുസദ്ദിഖുഹുമുന്നാസു, ജനങ്ങൾ അവർ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കും. ഒരു വാക്കെങ്കിലും സത്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ വാക്ക് മുഴുവനും സത്യമാണെന്ന് മനസ്സിലാക്കും. അനായിഷത്ത് റളിയല്ലാഹു അൻഹാ ഖാലത് സഅല ഉനാസുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ആളുകൾ ഹബീബായ നബിയോട്, ശ്രദ്ധിക്കണം, സ്വഹീഹുൽ ബുഖാരി, ശ്രദ്ധിക്കണം, നീട്ടി പറയില്ല. ഷാർപ്പ് 12 മണിക്ക് നമുക്ക് പിരിഞ്ഞു പോവാ. ഷാർപ്പ് പോരെ, 12 മണിക്ക് നമ്മൾ പിരിഞ്ഞു പോകും. വലിയ ഒരു വിഷയമാണ്, ഒരുപാട് പറയാണ്ട് ഞാൻ ചുരുക്കിയതാണ്. ഈ വിഷയത്തിന്റെ പകുതി മാത്രം പറയാണ്. പിന്നൊരിക്കൽ ബാക്കി അടുത്ത കൊല്ലം അതിന്റെ ബാക്കി ഭാഗം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ശിർക്ക് ഒരുപാട് ഭാഗമുണ്ട്. ഇനി പകുതി മാത്രം അതിലേക്ക് ഞാൻ തൊട്ട് നോക്കിയെന്ന് മാത്രം. വിശ്വാസികൾ ചിന്തിക്കണം. ഹബീബായ നബി പറഞ്ഞു, അനായിഷത്ത് റളിയല്ലാഹു അൻഹാ സ്വഹീഹുൽ ബുഖാരി ഖാലത് സഅന ഉനാസുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ആളുകൾ ഹബീബായ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് അനിൽ കുഖാനി, ജ്യോത്സ്യന്മാരെ പറ്റി ചോദിച്ചു. ഫഖാല ലഹും റസൂലുള്ളാഹ്, അപ്പോൾ റസൂലുള്ളാഹ് അവരോട് പറഞ്ഞു, ഇന്നഹും ലൈസു ബിശൈഇൻ, അവരൊന്നുമല്ല. ഒരു ജ്യോത്സ്യനെയും പേടിക്കണ്ട, ഒന്നുമല്ല. കുറത്തിമലയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല. ഞങ്ങളെ നിലമ്പൂരുകാര് മുഴുവനും കുറത്തിമലയെ പേടിക്കും. കുറത്തിമലയിൽ ഒരാളുണ്ട്, കച്ചവടക്കാരൊക്കെ നേർച്ചയാക്കും. കുറത്തിമലയിൽ ഉത്സവം ഉണ്ടാകുന്ന എന്റെ വക ആനച്ചലവൊന്ന്. നിലമ്പൂരുകാരുണ്ട്. നിലമ്പൂരുകാര് മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും ചുറ്റുമതിൽ കെട്ടിക്കൊടുത്ത ഹാജിയന്മാരെ എനിക്കറിയാം. കേരളത്തിലെ എന്തിനായി ഇവൻ 5ാമത്തേന് പോയത്? 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് ഹാജിയാകാൻ പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിയമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി, ദീനിന്റെ നടുക്കഷ്ണമാണ്. മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ 10 തന്നത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്കുന്നത്? മന്ത്രിമാര് പോലും അതിലൊക്കെ അകപ്പെട്ടു പോകുന്നു. ശിർക്കിനെ പ്രണമിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കൂ എന്ന് കരുതിയിട്ട് വലിയ വലിയ പൂജാശാലകളുടെ മുന്നാലെ കുറിതൊടാൻ ഇട്ടുകൊടുക്കുന്നു. ആദ്യം അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ സുബദ്ധമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആദ്യം സുബദ്ധമാണെന്ന് ന്യായീകരിക്കുന്നു, പിന്നെ അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ ആദ്യം സുബദ്ധവുമല്ല അബദ്ധവുമല്ല എന്ന് പറയുന്നു, പിന്നെ അവർ ഫെൽ ഡൗൺ, നാം വിശദീകരിക്കുന്നില്ല. അങ്ങനെ പലരും ഉണ്ടായല്ലോ ഇന്ത്യ ചരിത്രത്തിൽ. എവിടെ തൊട്ടാലും വേണ്ടില്ല, ഒരുത്തന്റെയും നെഞ്ചെന്ന് വക്കാലത്ത് വാങ്ങിയിട്ടല്ല ഇത് പറയുന്നത്. അങ്ങനെയുള്ള ആൾ ദൈവങ്ങളുടെ കാൽക്കൽ പോയിട്ടാണ് എനിക്ക് സമാധാനം ലഭിച്ചതെന്ന് പറയുന്ന മുസ്ലിം മന്ത്രിമാർ കേരളത്തിലുണ്ട്. ഈ മന്ത്രിസഭയിലുണ്ട്. ആർക്ക് തട്ടിയാലും വേണ്ടില്ല,
അള്ളാഹുവിന്റെ കോടതിയിൽ നീ മന്ത്രിയല്ല, അള്ളാഹുവിന്റെ കോടതിയിൽ നീ MLA അല്ല. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നീ ചിന്തിക്ക്. എനിക്ക് ആർട്ട് ഓഫ് ലിവിംഗിൽ ചേർന്നത് കൊണ്ടാണ്, എനിക്ക് രവിശങ്കറെ പൂജിച്ചത് കൊണ്ടാണ് സമാധാനം ലഭിച്ചതെന്ന് പറയുന്ന ഇമ്മണി വലിയ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ട് ഇവിടെ. ചിന്തിക്കണം. അവരൊക്കെയാണ് ഇപ്പൊ ഭൂഗോളം നിയന്ത്രിക്കുന്നത്. അവരൊക്കെ മുതുകിന്റെ മുകളിലാണ് ഇസ്ലാം മതത്തെ കെട്ടിവെച്ചത് എന്നാണ് ഇപ്പൊ ചിലരൊക്കെ വിചാരിക്കുന്നത്. അവരെ മുതുകിൽ ഇസ്ലാം മതത്തിനെ കെട്ടിവെച്ചാൽ അത് അവരെ മുതുകിൽ മാത്രമാണ്. മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ എന്തേ പറഞ്ഞിട്ടില്ലേ? കേരളത്തിലെ പ്രഗത്ഭനായ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരു മുസ്ലിയാര്, കേരളത്തിലെ ചിലപ്പോഴൊക്കെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മുസ്ലിയാര്, ആർട്ട് ഓഫ് ലിവിംഗിന്റെ രവിശങ്കറുടെ ശ്രീ രവിശങ്കറുടെ ആർട്ട് ഓഫ് ലിവിംഗ് സമാധാനപരമായ നേട്ടമുണ്ടാക്കിയെന്ന് പള്ളിയിൽ കാളിയായി നിൽക്കുന്ന ഒരാള് ചിലപ്പോഴൊക്കെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു തെക്ക് ഭാഗത്തെ മുസ്ലിം പണ്ഡിതൻ പറഞ്ഞിട്ടില്ലേ? എന്താ ഇവരൊക്കെ വിചാരിച്ചത്? ബനിയന്റെ കൈയും കുപ്പായത്തിന്റെ കൈയും കൂടിയാലൊക്കെ ആലിമ് എന്ന് മനസ്സിലാക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് എന്റെ ബഹുമാനപ്പെട്ട പുരുഷാരത്തോട് എനിക്ക് പറയാറുള്ളത്. കുപ്പായക്കൈ നീണ്ടോനൊക്കെ ഹാജിയാണ്, കുപ്പായക്കൈ നീണ്ടോനൊക്കെ മുസ്ലിയാരാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ്. ഇവൻ അലിഫ് അറിയില്ല, ഇവന് ബാ അറിയില്ല, ഇവൻ ലല്ലു വ അളല്ലു, ഇവൻ പിഴക്കാനും പിഴപ്പിക്കാനും വന്നതാണ്. ലല്ലു വ അളല്ലു, ഒരു ഹുദയും ഒരു വെളിച്ചവും ഇല്ലാത്ത ആളുകൾ. ചിന്തിക്കണം. നിങ്ങളാരുടെയും കയ്യിലല്ല, നിങ്ങൾ ആരെയും നെഞ്ചത്തല്ല. ബഹുമാനപ്പെട്ട ഖുർആൻ സ്റ്റഡി സെന്ററിനെ പടുത്തുയർത്തിയത് അള്ളാഹുവിന്റെ വചനത്തിന്റെ മേലാണ്. നിങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. നിങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ചിട്ടേ അടങ്ങൂ. വോട്ടിന് വേണ്ടി പൂജാരികളെ മുന്നിൽ കുറി തൊടാൻ പോയിരിക്കുന്ന മന്ത്രിമാർ അവരാരാണെങ്കിലും അങ്ങനെയുള്ള ചരിത്രം ഇതെങ്ങനെ അറിയാതെ വന്നു? ഇതെങ്ങനെ അറിയാതെ ഉണ്ടാകുന്നു? അള്ളാഹുവിന്റെ ദീനിന്റെ ബാലപാഠമല്ലേ തൗഹീദ്? തൗഹീദ് എങ്ങനെ ഒരാൾ മറന്നു? തൗഹീദ് എങ്ങനെ ഒരാൾക്ക് മറക്കാൻ കഴിയുന്നു? ഞാൻ അത്ര ആലോചിച്ചില്ലെന്നോ? എങ്ങനെ ആലോചിക്കാതിരിക്കും? വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ഠനാടിയേക്കാൾ അല്ലാഹു അടുത്തു നിൽക്കുന്നില്ലേ അവനോട്? എന്നിട്ടും അവനെങ്ങനെ ഈ ശിർക്കിന്റെ മണ്ഡപത്തിൽ പോയി പൂജാരിയോട് ചേർന്നു? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആരോടും കുറ്റവാളിയോട് ദേഷ്യമില്ല, കുറ്റത്തോട് മാത്രമാണ് ദേഷ്യം. ജനനായകന്മാർ ജനനായകരായി തുടരണമെന്നു തന്നെയാണ് എന്റെ പക്ഷം. പക്ഷേ തിന്മകളിൽ നിന്ന് രാജിയാകണം. ഇവരെയൊന്നും നിയന്ത്രിക്കാൻ ആരുമില്ല. വായും കണ്ണും പല്ലും പൂട്ടിയ മിണ്ടാപ്രാണികളാണ്. പെണ്ണുങ്ങളെ ചോരയുടെ കാര്യത്തിലും കുളിയുടെ ഷർത്തിന്റെ കാര്യത്തിലും മാത്രം പറയാനേ മുസ്ലിയാമാർക്ക് അധികാരമുള്ളൂ. ബാക്കിയൊക്കെ ടിപ്പിൻ ബാരിയറിന്റെ ഉള്ളിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന പാവത്താന്മാരായ മിണ്ടാപ്രാണികളാണ് പണ്ഡിതന്മാർ എന്നാരും ഇവിടെ വിചാരിക്കണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സംഘം ആളുകൾ വന്നിട്ട് ജ്യോത്സ്യന്മാരെ ചോദിച്ചപ്പോൾ ലൈസു ബിശൈ, അവർക്കൊന്നും ചെയ്യാനേ കഴിയില്ല, അവർ ഒന്നുമല്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകൾ പറഞ്ഞു നബിയെ അവർ ചിലപ്പോഴൊക്കെ സത്യം പറയുന്നുണ്ടല്ലോ. തിൽക്കൽ കലിമത്തു മിനൽ ഹഖി യഖ്തിഫുൽ ജിന്നു ഫയുഖർഖിറുഹാ ഫീ ഉദ്നി വലിഹി. ആകാശത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കട്ടുകേട്ടാൽ അതുകൂടി ചേർത്തിട്ട് തന്റെ ആളുടെ, തന്റെ വലിയന്റെ, തന്റെ ബന്ധുവിന്റെ തന്നെ ആരാധിക്കുന്നവന്റെ ചെവിയിലിട്ട് കൊടുക്കുകയാണ് പിശാചുക്കൾ. അത് വലിയ കാര്യമാക്കി ജ്യോത്സ്യന്മാർ എടുത്തു പറയുകയും ചെയ്യുന്നു. ഫയഖ്ലിതൂന ഫീഹാ അക്തറ മിൻ മിഅ, 100-ലേറെ കളവ് അതിൽ അവർ ചേർക്കുന്നു. അബദ്ധമേ അവർക്കുണ്ടാകൂ, സുബദ്ധം കുറവാണ്, അബദ്ധമാണ് കൂടുതൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണല്ലോ. നിങ്ങൾ ചിന്തിക്ക്. ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. നിങ്ങൾ നോക്ക്, എപ്പോഴാണ് ജ്യോത്സ്യന്മാര് നേര് പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ജ്യോത്സ്യന്മാർ. ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. 1982 മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഫെബ്രുവരിയിലെ ഒരു ലക്കത്തിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇന്ത്യ രാജ്യത്തെ പ്രഗത്ഭരായ ചില ജ്യോതിഷന്മാരുടെ പ്രവചനങ്ങൾ ചേർത്തിരുന്നു. 1982 ഫെബ്രുവരിയിലെ ഒരു ലക്കം ജ്യോതിഷ സ്പെഷ്യലായ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കോഴിക്കോട് തലസ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്ന സംസ്കാരത്തിന്റെയും പത്രങ്ങളുടെയും തലസ്ഥാനമായ
കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ ഒരു ലക്കം ജ്യോതിഷ സ്പെഷ്യലായിരുന്നു 1982. അതിൽ കുറെ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങൾ കൊടുത്തിരുന്നു. ഒന്ന്, ഇന്ത്യ രാജ്യത്തിലെ ആസ്ട്രോളജിക്കൽ ഫെഡറേഷന്റെ അധ്യക്ഷൻ പ്രസിഡന്റായ MD ജെയിന്റേതായിരുന്നു ചില പ്രസ്താവനകൾ. ഒന്ന്, ഈ വരുന്ന ഏപ്രിൽ 4-ാം തീയതി 1982 ഏപ്രിൽ 4-ാം തീയതി ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന വലിയ വലിയ വിഡ്ഢിത്തം അയാൾ എഴുന്നള്ളിച്ചു 1982. നിങ്ങൾ ആലോചിക്കണം, ഒരു മുസ്ലിയാർക്ക് എങ്ങാനും പിഴച്ചു പോയാൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവും നാട്ടില്. നേരെ മറിച്ച് ഇത് പിഴച്ചിട്ട് മിണ്ടാൻ വരെ ആളില്ല. 1982 ഏപ്രിൽ 4 ഇവിടെ മാതൃഭൂമിയാണത് പ്രസിദ്ധീകരിച്ചത്. ഏപ്രിൽ 4-ാം തീയതി ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നും അത് 3 വർഷത്തോളം നീണ്ടു നിൽക്കുമെന്നും ഇന്ത്യക്കാരനായ ഒരു ആധ്യാത്മികാചാര്യന്റെ ശ്രമഫലമായി ആ യുദ്ധം അവസാനിക്കുമെന്നും 3-ാം ലോകമഹായുദ്ധം 1982 ഏപ്രിൽ 4-ാം തീയതി തുടങ്ങുമെന്ന് ഇന്ത്യൻ ആസ്ട്രോളജിക്കൽ ഫെഡറേഷന്റെ, അതായത് ഇന്ത്യ രാജ്യത്തെ പ്രഗത്ഭമായ ജ്യോതിഷ സംഘടനയായ ആസ്ട്രോളജിക്കൽ ഫെഡറേഷന്റെ പ്രസിഡന്റായ MD ജെയിന്റെ പ്രസ്താവന ഈ മാതൃഭൂമി ഈ കോഴിക്കോട്ട് എന്ന് പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവനയാണ് പറഞ്ഞത്. 1982 ഏപ്രിൽ 4-ാം തീയതി ലോകമഹായുദ്ധം ഉണ്ടാവും. 82 കഴിഞ്ഞു, 92 കഴിഞ്ഞു, 2002 കഴിഞ്ഞു, 2005 കഴിഞ്ഞു, ഇപ്പോഴും ലോകമഹായുദ്ധം ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രസ്താവന, അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു പ്രസ്താവന, 1982 ഏപ്രിൽ മെയ് മാസത്തോടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ലോകത്തുണ്ടായിരിക്കുകയില്ല. ജ്യോതിഷത്തിന്റെ നിഷ്പന്നമായ കാര്യം സവർണ ഫാഷിസമാണ് എന്നുകൂടി ഇന്ന് മനസ്സിലാക്കാം. അതിന് തന്നെ കയറി പിടിക്കുന്നത് 1982 ഏപ്രിൽ മാസം ആവണോടുകൂടെ ബംഗ്ലാദേശ്, പാകിസ്ഥാന് എന്ന 2 രാജ്യങ്ങൾ ലോകത്തുണ്ടാവൂല എന്ന് പറഞ്ഞത് ഏതോ 10 റുപ്യന്റെ കൈക്കൂലി കൈമടക്ക് വാങ്ങി കവിടി നിരത്തുന്നതല്ല. ഇന്ത്യൻ ആസ്ട്രോളജിക്കൽ ഫെഡറേഷന്റെ അധ്യക്ഷനായ MD ജെയിന്റെ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ തമാശ പറയില്ല. പാകിസ്ഥാൻ ഇന്നും നിലനിൽക്കുന്നു. ബംഗ്ലാദേശ് ബീഗം ഹസീനയുടെയും ഖാലിദ സിയയുടെയും ഒക്കെ നാട് ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യ പ്രഗത്ഭനായ ജ്യോതിഷിയായിരുന്നു ആയ ND ശ്രീമാലിയുടെ ചില പ്രസ്താവനകൾ. ഒന്ന്, 1980 അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നു. ഈ നൂറ്റാണ്ട് മുഴുവനും നെഹ്റു കുടുംബമല്ലാതെ ഇന്ത്യ ഭരിക്കുകയില്ല. അത് പറയാവുന്ന ഒരു സീസണായിരുന്നു അന്ന്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് ഇന്ദിരാഗാന്ധിയാ. ഉരുക്കു വനിതയല്ലേ. ഇന്നലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാ. മക്കൾ വളർന്നു വരുന്നുണ്ട്. അന്ന് സഞ്ജയൻ മരിച്ചിട്ടില്ല, സഞ്ജയ് ഗാന്ധി മരിച്ചിട്ടില്ല. ഞാൻ അതിന് പുറമെ വൈമാനികനായ വേറൊരാൾ പുറകെ വരാനുണ്ട്. ഇങ്ങനെയൊക്കെ മാത്രമല്ല, ഒരു മകന്റെ ഭാര്യ മനേകാ ഗാന്ധി രാഷ്ട്രീയത്തിന്റെ ചുവടുവെപ്പ് നടക്കുന്നുണ്ട്. ഒരു അമ്മായിമ്മ പോലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ കുടുംബവാഴ്ചയുടെ അവസാനിക്കാത്ത അധ്യായം കണ്ടപ്പോ ND ശ്രീമാലി പറഞ്ഞു, 20-ാം നൂറ്റാണ്ട് കഴിയുന്നവരെ ഇന്ത്യ നെഹ്റു കുടുംബം തന്നെ ഭരിക്കും. എന്നിട്ട് എന്തുണ്ടായി? പറഞ്ഞതിന്റെ 2-ാമത്തെ കൊല്ലം ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു പോയി. മരണപ്പെടണം എന്നത് നമ്മുടെ വാശിയല്ല, പക്ഷെ ചരിത്രത്തിൽ അങ്ങനെ വന്നു പോയി. പിന്നെ അവിടെ ഉണ്ടായതില്ല. നോക്കൂ, എന്തേ ഉണ്ടായത്? രാജീവ് ഗാന്ധി വളരെ ചുരുക്കം കാലം ഭരിച്ചു, ഇന്ത്യ രാജ്യം ഭരിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഇത് മുഴുവൻ എത്ര തവണയാണ് പിന്നീട് 2000 അവസാനിക്കുമ്പോൾ വരെ നെഹ്റു കുടുംബമല്ല, കഴിഞ്ഞ 20-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ പോലും നെഹ്റു കുടുംബമല്ല ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്നത്. ഇതിന് സത്യാവസ്ഥ വിശദീകരിച്ചു കൊടുക്കാൻ ആവശ്യമല്ലാത്ത വിധത്തിൽ വരെ ഈ കാര്യം പൊള്ളത്തരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ND ശ്രീമാലിയും പ്രസ്താവിച്ചിരുന്നു. ജൂപ്പിറ്ററിന്റെ ഗ്രഹണത നോക്കി അദ്ദേഹം പറഞ്ഞു 1982 ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടാകും എന്ന്. അങ്ങനെ ഉണ്ടായില്ല. ഉണ്ടായത് 73 ശേഷം ഇന്ത്യ രാജ്യം പാകിസ്ഥാൻ യുദ്ധമുണ്ടായത് കാർഗിൽ യുദ്ധം 2000 ശേഷമാണ്. ചുരുക്കത്തിൽ കാലൊടിഞ്ഞു വീണ പ്രസ്താവനയായിരുന്നു ഉണ്ടായത്. നോക്കൂ, വളരെ പ്രഗത്ഭനായ 400 വർഷങ്ങൾക്കിടയിൽ ജ്യോതിഷം കണ്ട ഏറ്റവും മഹാൻ എന്ന് പറയുന്ന ഡോക്ടർ ബി വി രാമൻ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജ്യോതിഷിയ.
400 വർഷങ്ങൾക്കിടയിൽ ഇത്ര വലിയ ഒരു ജ്യോതിഷിയെ ലോകം കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ജ്യോതിഷിയുടെ ഒരു പ്രസ്താവന ഞാൻ പറയാ. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിന്നയുടെ ജീവിത കാലഘട്ടത്തിൽ, പാകിസ്ഥാന്റെ പിതാവായ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്നയുടെ ജീവിത കാലഘട്ടത്തിൽ സർ അബ്ദുൽ ഹക്കീം ഹലീം ഗസ്നവി എന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ചില കുറിപ്പുകൾ, ജീവിത കുറിപ്പുകൾ ഈ രാമന് അയച്ചു കൊടുത്തത്, ബി.വി. രാമൻ അയച്ചു കൊടുത്തത്രേ. ഈ ബി.വി. രാമൻ ഇത് പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം പാകിസ്ഥാന്റെ അടിസ്ഥാന സോഴ്സ് ജിന്ന മാത്രമാണ്. ജിന്ന മരിച്ചുപോയാൽ പിന്നെ ഒരു സെക്കൻഡ് നിലനിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് ലോകം കണ്ട 400 വർഷത്തിനിടയിൽ ലോകം കണ്ട പ്രധാനപ്പെട്ട ജ്യോതിഷി എന്ന് പറയുന്ന ബി.വി. രാമന്റെ പ്രസ്താവനയാണ്. നടന്നിട്ടില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. 1990 പ്രഗത്ഭ അമേരിക്കൻ ജ്യോതിഷായ പ്രഗത്ഭ അമേരിക്കൻ ജ്യോത്സ്യനായ ജൂഡി ഹെവൻലിയുടെ പ്രസ്താവന കേട്ടോളൂ. 1991 ഇറാഖിലെ ഒരു ആണവ റിയാക്ടർ തകർന്ന് സദ്ദാം ഹുസൈൻ മരിച്ചു പോകും എന്നാണ് ജൂഡി ഹെവൻലിയുടെ പ്രസ്താവന വന്നത്. 1990 പ്രസ്താവന. ഇപ്പോഴും അയാൾ അമേരിക്കൻ ജയിലഴികൾക്കുള്ളിലാണെങ്കിലും സദ്ദാം ഹുസൈൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് ഒരു വാസ്തവമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ സുന്ദരരാജൻ, പ്രഗത്ഭനായ ഇന്ത്യയിലെ ഒരു ജ്യോതിഷിയായ പ്രഗത്ഭനായ എൻ സുന്ദരരാജൻ 1996 പ്രസ്താവിച്ചത് അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പുതിയ രാജയോഗം വന്നിട്ടുള്ളത് അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി സോണിയാഗാന്ധിയാണ് എന്നാണ്. ഇന്ന് വരെ സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നിട്ടും മനുഷ്യന്മാരിവരെ ഇങ്ങനെ വിശ്വസിക്കുന്നു, മനുഷ്യന്മാരിവരെ ആശ്രയിക്കുന്നു. എന്തുകൊണ്ട്? 100 കളവുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു സത്യം ഇവർ പറയും. അതാരും പറയും. ധർമ്മപുരാണം എന്ന നോവൽ എഴുതിയത് 965 ഞാൻ ധർമ്മപുരാണം എഴുതിയതെന്ന് ഒ.വി. വിജയൻ പറയുന്നുണ്ട്. 975 ഇന്ത്യ രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 965 ധർമ്മപുരാണം എഴുതി തീർന്നിട്ടുണ്ടെന്നും അടിയന്തരാവസ്ഥയുടെ കഥയാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയുടെ കഥയാണ് 965 ധർമ്മപുരാണം പറയുന്നത്. എന്നാൽ 965 പുസ്തകം മടക്കി വെച്ചു, എഴുതി വെച്ചു എന്നല്ലാതെ 75 ശേഷമാണ് വെളിച്ചം കണ്ടത് എന്ന് വന്നപ്പോൾ പലരും പറഞ്ഞു ഇത് അടിയന്തരാവസ്ഥയെ കഥയാക്കിയതാണ്. എന്നാൽ എനിക്കല്ലേ അറിയൂ, ചിലപ്പോഴൊക്കെ മനുഷ്യർക്ക് പ്രവചനശേഷിയുടെ ഗതികേടുണ്ടാകുമല്ലോ, അതെന്നിൽ വന്നുപോയതാണെന്ന്. കാളിദാസന് കണ്ട ശേഷം ലോകം കണ്ട പ്രതിഭാധനൻ എന്ന് എം കൃഷ്ണൻ നായർ എന്ന വലിയ ലുബ്ധനായ സാഹിത്യ നിരൂപകൻ പോലും പറഞ്ഞ ഒ.വി. വിജയന്റെ പ്രസ്താവന. എന്താ ജ്യോതിഷിയാണ് അയാൾ? അതൊക്കെ ആർക്കും ഉണ്ടാവും, ആർക്കും പറയാം. പല ആളുകളും പന്തയം വെക്കാറുണ്ടല്ലോ. ചിലർ പറയും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുവരി ജയിക്കും, ചിലത് പറയും പലത് ജയിക്കും. പലരും പറയും ഒരു 10 പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. പ്രവചനശേഷി ആർക്കുള്ള കാര്യ? ചില കാര്യങ്ങൾ 100 പറഞ്ഞാൽ ഒന്നൊക്കെ ശരിയാവും, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനൊക്കെ മനുഷ്യൻ ആശ്രയിക്കുകയും ചെയ്യുന്നു. സത്യത്തെ മനുഷ്യൻ ആശ്രയിക്കുന്നില്ല, അസത്യത്തിന്റെ പിന്നാലെ പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യന് മറവി എന്ന ഒരു കാര്യം അള്ളാഹു കൊടുത്തത് വലിയ അനുഗ്രഹമായി കിട്ടിയ വിഭാഗം ഇക്കൊല്ലം കാലാവസ്ഥാ നിരീക്ഷകരാണ് എന്നാണ്. നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തെ പത്രമൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തെ പത്രത്തിലൊക്കെ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞത് ഈ കൊല്ലം ഏറ്റവും മഴ കുറഞ്ഞ കാലാണ് എന്നാ. 100 കൊല്ലത്തിനിടയിൽ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഇക്കൊല്ലാണ്. 65 ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മഴ ഇക്കൊല്ലാണ്. ആരും മിണ്ടിയില്ല. ഞാൻ എല്ലാ ദിവസവും കാലാവസ്ഥാ നിരീക്ഷകർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ എന്ന് ഇടക്കിടക്ക് പത്രം എടുത്ത് നോക്കാറുണ്ട്. ഇതെങ്ങാനൊരു മുസ്ലിയാരെ നാവ് പേഴ്ചതാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, പിന്നെ നടക്കേണ്ടി വരുമോ നാട്ടില്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മിണ്ടാട്ടമില്ല മനുഷ്യൻ. എന്താ കാരണം എന്നറിയോ? മനുഷ്യർക്ക് രാവിലെ പറഞ്ഞത് വൈകുന്നേരം ഓർമ്മയില്ല എന്നാണ്. രാവിലെ പറഞ്ഞത് വൈകുന്നേരം ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലേ സായാഹ്ന പത്രങ്ങൾ ആവശ്യമായി വന്നിട്ടുള്ളത്. ഞാൻ ഈ സായാഹ്ന പത്രങ്ങളിലൊക്കെ നോക്കാറുണ്ട്. രാവിലത്തെ വാർത്ത തന്നെയാണ് വൈകുന്നേരത്തെ വാർത്ത. വേറെ വാർത്തയൊന്നുമില്ല. അത് രാവിലത്തെ വാർത്ത കുട്ടി കീറിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് സായാഹ്ന പത്രം. കോഴിക്കോട്ടെ സായാഹ്ന പത്രങ്ങൾ കുറെ ഉണ്ടല്ലോ. ഈ സായാഹ്ന പത്രങ്ങളിലൊക്കെ ഏകദേശ വാർത്ത രാവിലത്തെ വാർത്ത. മനുഷ്യന് ബോധമില്ല. മനുഷ്യന്റെ തലച്ചോറ് നശിച്ചു പോയിരിക്കുന്നു. ഭൗതികത മനുഷ്യനെ സുഖലോലുപനാക്കിയിരിക്കുന്നു. മനുഷ്യൻ ചിന്തിക്കണം. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി കേട്ടോളൂ,
ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യിറ ലഹു ഔ തകഹന ഔ തുഖിന ലഹു ഔ സഹറ ഔ സുഹിറ ലഹു. നമ്മുടെ കൂട്ടത്തിലെ പെട്ടതല്ല ജ്യോത്സ്യപ്പണിയെടുത്തവൻ, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ആരെങ്കിലും ജ്യോത്സ്യപ്പണി എടുത്തു കൊടുത്തു. അങ്ങനെ ഉണ്ട് ആണുങ്ങൾക്ക് ഒരു ഏർപ്പാട്. എന്തെങ്കിലും കച്ചവടത്തിന് 2 ആഴ്ചയായിട്ട് വലിയ കമ്മി, ഈ കഴിഞ്ഞ മാസം കച്ചവടം വേണ്ടത്ര നടന്നില്ല. ഇതിങ്ങനെ വീട്ടിൽ വന്ന് പറയുമ്പോ പറയും ഇന്നാലിന്നത്തെ ഒരാളുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ എന്ന് ഓള് പറയുമ്പോ ഭർത്താവ് പറയും ഈടെ പോയാലും വേണ്ടില്ല, ഞാൻ അങ്ങോട്ടൊന്നുമില്ല. എന്താ അതിന്റെ മേന? നിങ്ങൾ പറയും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എങ്ങനെയെങ്കിലും ഇജ്ജ് പോയിട്ട് കൊണ്ടുവന്നാ കിട്ടണ കൂട്ടത്തിൽ ഞാനും കൂടുവല്ലോ എന്നാണ്. ബർട്ടാൻഡ് റസലിന്റെ വാതിലിന്മേൽ കുതിരലാടം തറച്ചിരുന്നത്രേ. യൂറോപ്യർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, കുതിരലാടം തറച്ച വീടുകൾക്കൊക്കെ ഭാഗ്യം വരുന്നു. അപ്പൊ റസൽ വലിയ നാസ്തികനായ യുക്തിവാദിയാ. റസലിന്റെ വീട്ടിന്റെ വാതിലും ഈ കുതിരലാടം കണ്ട ഫ്രണ്ട് ഡോറിൽ തന്നെ കുതിരലാടം കണ്ടപ്പോ പത്രക്കാരൊക്കെ ചോദിച്ചു, എന്താ റസലെ നിങ്ങളും വിവരമില്ലാത്ത വിഡ്ഢികളെ കൂട്ടത്തിൽ പെട്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല, ഇനി ബൈ ചാൻസ് അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഭാഗ്യം വരികയാണെങ്കിൽ അത് റസലിനായിട്ട് മുടങ്ങിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന്. ഇവിടെ ആ ലോകം അങ്ങനെ. അപ്പൊ നമ്മളെ അവസ്ഥ ദീപസ്തംഭം ആശ്ചര്യം നമുക്കും കിട്ടണം. അതിന് നമ്മൾ എങ്ങോട്ടും പറഞ്ഞ അപ്പുറത്തേക്ക് അയക്കും, എങ്ങോട്ടും അയക്കും, എങ്ങോട്ടും കൊടുക്കും. നമ്മൾ എല്ലാവരെയും ആദരിക്കും. നമ്മൾ എല്ലാത്തിലും. അതിപ്പോ പുതിയ ചില പ്രസംഗകർ എഴുതിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാ മതങ്ങളിലും സത്യങ്ങളുണ്ട് എന്ന് പറയുന്ന ചില സർവമത സത്യവാദികൾ. അവർ മുർത്തദ്ദുകളാണ്. സർവമത സത്യവാദം വിരുദ്ധത്താണ്. നിങ്ങൾ ആരെയും എണ്ണയിട്ട് ആരെയും ഒഴിയേണ്ടതില്ല. ഇത് അള്ളാന്റെ ദീനാൻ. ഇന്ന് മരിക്കുന്നെങ്കിൽ ഇന്ന് മരിക്കാൻ ഫല്യകുൻ മായ ഫീഹി മായകൂൻ. ഇവിടെ ചില ആളുകൾ പറഞ്ഞ് ചില ആളുകൾക്കൊക്കെ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കേണ്ടി വന്നപ്പോൾ ചിലരൊക്കെ മുസ്ലിമീങ്ങളായ ഗീതാ പ്രഭാഷകന്മാർ, മുസ്ലിമീങ്ങളായ രാമായണം വിശദീകരിക്കുന്ന ആളുകൾ, ഞാൻ പറയുന്നില്ല, ആരെയും മതത്തിൽ കൈവെക്കുന്ന ഉദ്ദേശം കൊണ്ടല്ല, എന്റെ മതത്തിന്റെ വേലിക്കെട്ട് ശുദ്ധീകരിക്കുക മാത്രമേ ഇവിടെ എനിക്ക് ലക്ഷ്യമുള്ളൂ. പറഞ്ഞ് എല്ലാ മതങ്ങളും സത്യങ്ങളാണ് എന്ന് പറയുന്ന സർവമത സത്യവാദികൾ അത് റിദ്ദത്താണ്, കുഫ്റാൻ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതിന്റെ പുറത്തേക്ക് യാതൊരു സത്യവുമില്ല. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ, ആരെങ്കിലും ജ്യോത്സ്യനെ സമീപിച്ചാൽ ഫസദ്ദഖഹു ബിമാ യഖൂൽ, അങ്ങനെ ജ്യോത്സ്യൻ പറഞ്ഞത് ആരെങ്കിലും വാസ്തവമാക്കിയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ കാഫിറായി എന്ന് മുഹമ്മദ് നബി. ജ്യോത്സ്യൻ പറഞ്ഞത് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദും തുർമുദിയും ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, മൻ അതാ അറാഫൻ, ആരെങ്കിലും ഒരു അറാഫ്, ഒരു ഗണിച്ചു പറയുന്ന ഒരാൾ സമീപിച്ചു. ഇനി അയാൾ പറഞ്ഞത് വാസ്തവമാക്കിയിട്ടില്ലെങ്കിൽ പോലും, ശ്രദ്ധിക്കണേ, വാസ്തവമാക്കിയ കാഫിറാവും. ആ പറഞ്ഞതിൽ തഅ്സീറുണ്ട്, അയാളെ വാക്കിന് എന്റെ പ്രവർത്തനത്തിൽ തഅ്സീറുണ്ട്, അയാൾക്ക് എന്നിൽ സ്വാധീനമുണ്ട് എന്റെ പ്രവർത്തനത്തിലും ഭാവിയിലും എന്ന് വിശ്വസിച്ചാൽ കാഫിറാകും. ഇനി വിശ്വസിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് ഒരു കാര്യത്തിന് പോയാൽ ലം തുഖബൽ സ്വലാത്തുഹു 40 യൗമാ, 40 ദിവസം അദ്ദേഹത്തിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. 40 ദിവസം അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. ഇമാം മുസ്ലിം തന്നെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐലാ സവാബ ഫീഹാ, ആ നിസ്കാരത്തിന് ഒരു കൂലിയുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസികളെ, അതുപോലെ തന്നെ നോക്കൂ, നിങ്ങൾ വളരെ ചിന്തിക്കണം. എത്ര ജ്യോത്സ്യന്മാരാണ് കുട്ടികളെ കൊലപ്പെടുത്തിയത്. നിധിക്ക് വേണ്ടി കുട്ടികളെ കൊലപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്നവളും ഇന്ത്യ രാജ്യത്തുണ്ട്, ഇപ്പോഴുണ്ട്. മനുഷ്യനെ കൊല്ലുക, നരബലി. 21-ാം നൂറ്റാണ്ടിലും നരബലിയുണ്ട്. ആ നരബലിയുടെ പിന്നാലെ പെട്ടുപോയ മുസ്ലിമീങ്ങൾ പോലുമുണ്ട് എന്നത് ഖേദകരമാണ്. ഞാൻ നിങ്ങൾക്കൊരായത്തോടി തരാം. كذلك زين لكثير من المشركين قتل أولادهم شركاؤهم ليردوهم وليلبسوا عليهم دينهم ولو شاء الله ما فعلوه فذرهم وما يفترون. ശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 137-ാമത്തെ വചനത്തിൽ പറഞ്ഞു, പല അവിശ്വാസികൾക്കും പല സത്യനിഷേധികൾക്കും
പല ആളുകൾക്കും അവരെ മക്കളെ കൊല്ലുന്നത് വരെ ജ്യോത്സ്യന്മാരും പിശാചുക്കളും നല്ലതാക്കി കാണിച്ചു കൊടുത്തു. ഞാൻ സംഭവം പറയാ, മുസ്ലിമീങ്ങൾ വരെ ഈ ജ്യോത്സ്യന്മാരെ പിന്നാലെ കൂടിയ സംഭവം. ഒരു സംഭവം ഞാൻ പറയാ. 1983 മനോരമ പ്രസിദ്ധീകരിച്ച ഒരു സംഭവം. 19കാരി സൈനബ പ്രസവശേഷം വീട്ടിലെത്തിയിട്ട് അധികമായില്ല. അടുത്ത നാളിൽ മരിച്ച അവളുടെ അമ്മായിയമ്മ ഐഷയുടെ പ്രേതം അവളിൽ കൂടിയിരിക്കുന്നു എന്ന് വീട്ടുകാർ വിശ്വസിച്ചു. ബാധ ഒഴിപ്പിക്കാമെന്ന് പാർവതി എന്ന സ്ത്രീ വൃദ്ധ സമ്മതിച്ചു. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ സൈനബ ബാധ കയറി അരിവാളുമെടുത്ത് തുള്ളാൻ തുടങ്ങി. താൻ കാളിയാണെന്ന് പറഞ്ഞ് സൈനബ ഒച്ച വെച്ചു. തന്നിൽ പ്രവേശിച്ചിരിക്കുന്ന ഐഷയുടെ പ്രേതം തന്റെ സഹോദരനും കടന്നിരിക്കുന്നതായി അവൾക്ക് തോന്നി. പിതാവും പിതൃ സഹോദരനും അയാളുടെ പുത്രനും നോക്കി നിൽക്കെ സൈനബ തന്റെ അനുജൻ റഹ്മത്ത് എന്ന കുട്ടിയുടെ വായിൽ അരിവാൾ കടത്തി അലറി, ഞാൻ കാളിയാണ്, എനിക്ക് കണ്ണു വേണം. 2 കണ്ണുകളും സൈനബ തുരന്നു. മൂക്ക് ചെത്തി, വയർ പിളർന്നു, കുടൽ പുറത്തു ചാടി, മുറിവിൽ നിന്നും ചോര സൈനബ വലിച്ചു കുടിച്ചു. എന്റെ പാർവതിയുടെ അടിമയായി സൈനബ. 1983 ജൂലൈ 2 മനോരമ ദിനപത്രം കേരളത്തിലെ ഒരു മുസ്ലിം വീട്ടിനോടനുബന്ധിച്ച് ഒരു ജ്യോതിഷ സ്ത്രീയുടെ കാരണത്താൽ വന്ന ഒരു കൊലപാതകത്തെ കുറിച്ച് വളരെ വിശദീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇത് ചിന്തിക്കണം. മറ്റു സമുദായത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ബലി കൊടുക്കണമെന്ന് പ്രധാനപ്പെട്ട പൂജാരി പറഞ്ഞു. കുട്ടിയെ പൂജിച്ചു കൊടുത്തു. എന്നിട്ട് വീട്ടുവളപ്പ് മുഴുവനും അരിച്ചു പൊറുക്കി കിളച്ചു. നിധി കിട്ടിയില്ല. കേരളത്തിലുണ്ടായ ഒരു സംഭവമാണിത്. അതുകൊണ്ട് അനുമാനങ്ങളാണ് ജ്യോത്സ്യന്മാര് ആശ്രയിക്കുന്നത്. ജ്യോത്സ്യന്മാരെ പിന്നാലെ പോകരുത്. ഫഖദ് അശ്റക ബില്ലാഹ്. പള്ളി കമ്മിറ്റിയിൽ അങ്ങനത്തെ ആളുകൾ എടുക്കരുത്. പള്ളി കമ്മിറ്റി കാര്യം ശ്രദ്ധിക്കണം. ഈ ആജ്യമാരെയും ഒരാളുമാരെയും പൈസ കൊണ്ടൊന്നല്ല അള്ളാന്റെ ദീൻ നടന്നുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. എല്ലാവരും മനസ്സിലാക്കണം. ചില മുതലാളിമാരുണ്ട്, അവർക്ക് എന്ത് തമ്മാടിത്തരവും ചെയ്യാമെന്നാണ്. അവരേത് തമ്മാടിത്തരത്തിന്റെയും പിന്നാലെ പോകുന്നു. അവരെ മുഖത്തേക്ക് ഒരു വിരൽ ചൂണ്ടാൻ ആർക്കൊട്ട് അധികാരമില്ല. അവരാണ് മുസ്ലിയാർക്ക് ചെലവിന് കൊടുക്കുന്നത്, അവരാണ് പള്ളിക്ക് പെയിന്റ് അടക്കുന്നത്, അവരാണ് 25 പൈസ കൊടുക്കുന്നത്. ഒന്നും വേണ്ട, ഇവരെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഹബീബായ നബി പറഞ്ഞു, ഇവിടെ നിന്നാൽ ഇവിടെ നിൽക്കുമ്പോൾ നിൽക്കണം, ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ. അങ്ങനെയല്ലേ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും ബുഇസ്തു ബൈന യദൈ സഅതി ബിസൈഫി. ഖിയാമത്ത് നാളിന്റെ തലേന്നാൾ ഞാൻ വാളും കൊണ്ടുവന്നവനാണെന്ന് മുഹമ്മദ് നബി. സ്വഹീഹ് മുസ്ലിം. ഇത് ഗോപാലിനെ കൊല്ലാനുള്ള വാളല്ല, മുസൽമാനെ കൊല്ലാനുള്ള വാളാണ്. അങ്ങനെയാ പറഞ്ഞത്. ഇന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവൻ എന്നെ പോലെ നിൽക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ പോകാം, അവരൊക്കെ അവരിൽപ്പെട്ടവരാണ്, എന്നിൽപ്പെട്ടവനല്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ശറഹ് മുസ്ലിം. ഫീ ഹാദൽ ഹദീസ് ദലീലുൻ അല النهي الشديد والوعيد على التشبه بالكفار بأقوالهم وأفعالهم ولباسهم وأعيادهم وغيرها من الأمور التي لم تشرع لنا. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഹബീബായ മുഹമ്മദ് നബി, ആരെങ്കിലും ഏതെങ്കിലും മതത്തിന്റെ പണിയെടുത്താൽ അവരിൽപ്പെട്ടവനാന്ന് പറഞ്ഞു മുഹമ്മദ് നബി. ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണെന്നറിയോ? ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അലന്നഹി ശദീദി വൽ വഈദി അല തശബ്ബുഹി ബിൽ കുഫാർ. കുഫ്രിനോട് അവരെ പണി ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. ബി അഖ്വാലിഹിം, അവർ പറയുന്ന വാക്ക് നമ്മൾ പറയരുത്. നമസ്തേ എന്ന് പറയാ, അത് മുസ്ലിമിന് ഹറാമാണ്. നമസ്കാരം എന്ന് പ്രസംഗിച്ചിട്ട് നമസ്കാരം എന്ന് പറയുന്ന മുസ്ലിം പ്രധാനികളുണ്ട്. അതൊന്നും മുസ്ലിം പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ പോലും പറയാറുണ്ട്, പ്രസംഗിച്ചിട്ട് പിരിയുമ്പോ നമസ്കാരം എന്ന് പറയാ. വിവരമില്ല, ഒരു വിവരമില്ല. എന്നാ വിവരമില്ല എന്നും വിവരമില്ല. അതിന് ജഹ്ല് മുറക്കബ് എന്ന് പറയും. അത് കാലിന്റെ മേൽ കാല് വെച്ച ജഹ്ലാണ് നമ്മൾ മനസ്സിലാക്കണം. അഖ്വാലിഹിം, അവരെ വാക്ക് പറയരുത്. വഅഫ്ആലിഹിം, അവരെ പണിയെടുക്കരുത്. അവർ ചെയ്യുന്ന പണി നമ്മൾ എടുക്കരുത്. വലിബാസിഹിം, അവർക്ക് പ്രത്യേകമായ വസ്ത്രം ധരിക്കരുത്.
നാഷണൽ പെർമിറ്റ് വണ്ടി പോവണമെങ്കിൽ എന്നോട് ഒരിക്കൽ കൊടിവള്ളി പരിസരത്തുള്ള ഒരാൾ ചോദിച്ചു, നാഷണൽ പെർമിറ്റ് വണ്ടി പോകുമ്പോ മറ്റേ തുണി എടുത്താൽ നല്ല സുഖാണ്, ആരെങ്കിലും ഡോറിന് വല്ല പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തുറന്നു നോക്കുകയാണെങ്കിൽ തുണി മറ്റേതാന്ന് കണ്ടാൽ നമ്മളാളാന്ന് വിചാരിച്ച് ഡോർ അടച്ചു പോകും. കൊടുവള്ളിക്കാരൊന്നും നേരെ തലെടുത്ത് നോക്കണ്ട കേട്ടോ, ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ എന്നോടൊരു കൊടുവള്ളിക്കാരൻ, അവരാണ് നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവർമാർ കൂടുതൽ കൊടുവള്ളി ഭാഗത്താ, അതുകൊണ്ട് പറഞ്ഞു പോയത്. എന്നോടൊരാൾ പറഞ്ഞു, ഇങ്ങനെയുണ്ട്, ഈ തുണി എടുത്താൽ കുഴപ്പമൊന്നും വരില്ല. ആയിക്കോട്ടെ, എന്നാലോ ആ തുണി എടുത്തിട്ട് ആ പണിക്ക് പോണ്ട. ഇപ്പൊ കുട്ടികളെ എങ്ങനെ പോറ്റും? അങ്ങനെ പോറ്റിയാൽ മതി. നല്ല മഴുവെടുത്തിട്ട് തൊട്ടടുത്ത ഹോട്ടലിന്റെ ബാക്കിലേക്ക് ചെന്നാൽ വിറക് വെട്ടാൻ കിട്ടും. കുട്ടികളെ ഇങ്ങനെ പോറ്റണമെന്നൊന്നും റബ്ബ് പറഞ്ഞിട്ടില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ആ തുണി എടുത്തിട്ട് പോണ്ട. വഅഖ്ഫാലിഹിം വഅഫ്ആലിഹിം വലിബാസിഹിം വഅറിയാദിഹിം. അവരെ ആഘോഷമാക്കാൻ പാടില്ല. അവർക്ക് പ്രത്യേകമായ വിഷുവിന്റെ ആഘോഷം മുസ്ലിമീങ്ങൾക്ക് ആഘോഷമല്ല. ഉണ്ടെങ്കിൽ അത് ഷിർക്കിൽ പങ്കുചേരലാണെന്ന് മുഹമ്മദ് നബി. ചിന്തിക്കണം. ഇത്തരം ആഘോഷങ്ങൾ, ഓണത്തിന്റെ ആഘോഷം മുസ്ലിമിന്റെ ആഘോഷമല്ല. എന്തുകൊണ്ട്? ഓണം ഉദ്ഘാടനം ചെയ്തത് പരശുരാമനാണ്. വാമന പ്രതിഷ്ഠയിൽ, തൃക്കാക്കരയിൽ സ്ഥാപിച്ച വാമന പ്രതിഷ്ഠയുടെ അനുബന്ധമാണ് ഓണാഘോഷം. വാമനൻ എന്നത് മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ്. തൃക്കാക്കരയിൽ തൃക്കാൽ കുത്തിയ കര എന്നാണ്. തൃക്കാൽ കൊണ്ടുദ്ദേശിക്കുന്നത് മഹാവിഷ്ണുവിന്റെ കാലാണ്. തൃക്കാക്കരയിലാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഓണമുണ്ടായിട്ടുള്ളത്. ഓണം ഉദ്ഘാടനം ചെയ്തത് പരശുരാമനാണ്. പരശുരാമനും മഹാവിഷ്ണുവിന്റെ മറ്റൊരവതാരമാണ്. അതുകൊണ്ട് അത് മുസൽമാന്റെ ആഘോഷമല്ല. അതിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നവർ ഫഖദ് അശ്റക ബില്ലാഹ്. വിളവെടുപ്പ് ഉത്സവമല്ല, അതൊരു വിളവെടുപ്പിന്റെ ഉത്സവമല്ല. അതിൽ പ്രത്യേകമായ സവർണ ഫാഷിസം നമ്മുടെ മേൽ അധികാരം നേടിയതാണ്. അല്ലെങ്കിലും അവർണനായ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ആ ഗുരുവന്യൻ തന്നെ ക്ഷത്രിയനേക്കാൾ ഉന്നതനായ ബ്രാഹ്മണനല്ലേ, സവർണനല്ലേ? ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊക്കെ സവർണ ഫാഷിസത്തിന്റെ മേൽക്കോയ്മയാണ്. വേണ്ട, അവരെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ പാടില്ല. അതേപോലെ തന്നെ അവരുടെ ആഘോഷത്തിന്റെ ശൈലിയിൽ നമ്മൾ ആഘോഷം ഉണ്ടാക്കാൻ പാടില്ല. വിഷുവിന് തൊട്ടടുത്ത വേലായുധന്റെ വീട്ടിൽ നിന്ന് പടക്കം പൊട്ടിച്ചു ഇങ്ങനെ. അപ്പൊ നമ്മൾ പറഞ്ഞു, നോക്കിയിരുന്നോ, എനിക്കും വരാൻ പോണ്ട് പെരുന്നാള് എന്ന് പറഞ്ഞു. പെരുന്നാളിന്റെ തലേന്ന് ഒരു 10,000-10,000 ഉറുപ്പ്യന്റെ അല്ലെങ്കിൽ 1,000 ഉറുപ്പ്യന്റെ പടക്കം നമ്മളും വാങ്ങിക്കൊണ്ടുവന്നു, ആയിട്ട് പൊട്ടിച്ചു. എന്നിട്ടോ ഇത് തന്നെ അതാണ് വലിബാസിഹിം വഅറിയാദിഹിം. അവരെ ആഘോഷിക്കും പോലെ ആഘോഷിക്കാൻ പാടില്ല. മനുഷ്യന്മാരെന്നാണല്ലോ. ഈ കേരളത്തിൽ, ഈ മലബാറിൽ ഇക്കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 10,000-കണക്കിന് ലക്ഷക്കണക്കായ ഉറുപ്പികയുടെ കരുമരുന്ന് പൊട്ടിച്ചു. ചില ആളുകൾ ജയിച്ചതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ. മറ്റുള്ളവരെ പറ്റി എനിക്ക് വർത്തമാനമില്ല. നിങ്ങളെയൊന്നും കൈ പിടിച്ച് കെട്ടിടാൻ ഇവിടെ ആളില്ല എന്ന് രാഷ്ട്രീയക്കാർ വിചാരിക്കണ്ട. എല്ലാരും അത് മനസ്സിലാക്കണം. ഞാൻ എന്റെ അഹങ്കാരം പറയല്ല, ഞാൻ എന്നിലേക്ക് മടങ്ങിപ്പോകുന്നു. അള്ളാഹുവിന്റെ ദീന് പറയുന്നു. നാളെ ഇത് പറയണമെന്നുള്ള പൂതിയുമില്ല. അള്ളാഹു നിശ്ചയിച്ചാ പറയണം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. മനുഷ്യന്മാരെ പൊട്ടിച്ചില്ലേ ലക്ഷക്കണക്കായ കോടിക്കണക്കായ ഉറുപ്പിക. അള്ളാഹു ഒരു പദവി ചെയ്തതിന്റെ പേരിൽ കോടിപ്പറക്കുന്ന ഉറുപ്പേന്റെ കരിമരുന്ന് പൊട്ടിച്ചില്ലേ? മുസ്ലിം നേതാക്കന്മാരെ, മുസ്ലിം ഭരണീയരെ, മുസ്ലിം പൊതുജനങ്ങളെ. എന്ത് അസിലാണ് ഇതിനൊക്കെ ഉള്ളത്? ആരാ ഇതിനൊക്കെ അധികാരം തന്നത്? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്വീൻ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, ശൈത്താന്റെ ഏട്ടനെ കാണണമെങ്കിൽ ആ മുട്ട് പൊട്ടിക്കണോന്ന് എടുത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞു? ശൈത്താന്റെ ഏട്ടനെ കാണണോ ആർക്കെങ്കിലും? നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഇതൊക്കെ ഒരു വിട്ടാക്കിയ സ്വഭാവമല്ല. മര്യാദക്ക് അള്ളാഹുവിന്റെ ദീനിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഞാൻ എന്റെ പുരുഷാരത്തെ സാക്ഷിയാക്കി ഇത് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഈ ദൗത്യം അള്ളാഹു എനിക്ക് പഠിപ്പിച്ച, എന്റെ ഗുരുവന്യന്മാർ വഴി പഠിപ്പിച്ച ഈ ഇൽമിൽ നിന്ന് ഈ 3 മണിക്കൂർ നേരത്തിലധികം ഞാൻ നിങ്ങളെ മുന്നിൽ ഈ തൗഹീദിന്റെ നാളം സ്ഥാപിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച പ്രധാനപ്പെട്ട ആശയമാണത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്വീൻ.
അമിതവ്യയം ചെയ്യുന്നത് പിശാചിന്റെ ഏട്ടന്മാരാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. വിശ്വാസികൾക്ക് സഗൗരവം ഈ കാര്യം ചിന്തിക്കണം. അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങി വരണം, സത്യത്തിലേക്ക് മടങ്ങി വരണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പിന്നാലെ നമ്മൾ നിൽക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളോട് വളരെ വിനയത്തോടെ താഴ്മയോടെ എനിക്ക് പറയാനുള്ളത്, നാളെ കഴിഞ്ഞാൽ മറ്റന്നും നാളും അതിന്റെ നേരെ പിറ്റേ ദിവസവും, അതായത് 11, 12 ചൊവ്വ ബുധൻ, നാളെ മാത്രം ഒരു അവധിയുണ്ട്. നാളെ സർക്കാരിന് അവധി ഇല്ലാത്തത് കൊണ്ട് സർക്കാർ ഒഴിവ് ദിവസമാണ് പ്രത്യേകിച്ച് നമ്മൾ പരിഗണിക്കുന്നത്. വിദ്യാർത്ഥികളെയും മറ്റൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നാളെ മറ്റന്നാളും, നാളെ കഴിഞ്ഞാൽ, നാളെ എന്താ ദിവസം? നാളെ തിങ്കളാഴ്ച, നാളെ ക്ലാസ് ഇല്ല. ഈ വരുന്ന ചൊവ്വ ബുധനും 11, 12 തീയതികളിൽ മറ്റന്നാളും അതിന്റെ നേരെ പിറ്റേ ദിവസവും ഈ ചൊവ്വ ബുധനവും 2 ദിവസവും പ്രഗത്ഭമായ ക്ലാസ്സുകളുണ്ട്. ചൊവ്വാഴ്ച മക്കളോട് മാതാപിതാക്കൾ കൊടുക്കേണ്ട കടമകൾ, ഖുർആന്റെയും ഹദീസിന്റെയും വീക്ഷണം. മക്കൾക്ക് എന്തൊക്കെ കൊടുക്കാണ്ട് വലിയ ഒരു പാഠാണത്. അത് കാര്യമായി പഠിക്കണം. ഇന്നത്തെ വിഷയത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ അതന്ന് കൂട്ടി ചോദിക്കാവുന്നതാണ്. അതിന് നേരെ പിറ്റേ ദിവസം മക്കൾ ബാപ്പാക്കും ഉമ്മാക്കും കൊടുക്കേണ്ട കടമകൾ, ഖുർആന്റെ വീക്ഷണം. വളരെ പ്രഗത്ഭമായ വിഷയങ്ങളാണ് ഈ വരുന്ന ചൊവ്വാഴ്ച, ബുധനാഴ്ച, മറ്റന്നാളും, അതായത് അതിന്റെ മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസവും. എല്ലാവരും ഈ വേദിയെ ധന്യമാക്കണമെന്ന് വളരെ വിനയത്തോടെ താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട്, വിഷയം വളരെ വലുതായതുകൊണ്ടും ഈ സമയം വളരെ ചുരുങ്ങിയത് പോയതുകൊണ്ടും ചോദ്യോത്തരത്തിന് സമയമുണ്ടായില്ല. ഞാൻ നിങ്ങളെയൊക്കെ കൂടെയുള്ളവനാണ്, എപ്പോഴും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ സംസാരിച്ചപ്പോ പലരെയും ഞാൻ തൊട്ടിട്ടുണ്ട്. ഒന്നും ആരെയും തൊടാൻ വേണ്ടിയല്ല, സത്യത്തിനും നീതിക്കും വേണ്ടിയാണ്. അള്ളാഹിന്റെ കോടതിയിൽ നിങ്ങൾ എത്തുമ്പോൾ റഹ്മത്തുള്ള അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ആ കാര്യം ചിന്തിച്ചത് എന്ന് പറയാൻ ഒരു 10 ആളുണ്ടായാൽ നമ്മുടെ സദസ്സ് ധന്യമായിട്ടുണ്ട്, എന്റെ ജീവിതം സാർത്ഥകമായിട്ടുണ്ട്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈകൽ മസീർ. ഒന്നുണ്ടായിട്ടില്ല, അവിടെ ഇരിക്കി, സ്വലാത്തില്ലാതെ ആരും പോകരുത്. റബ്ബന അലൈക തവക്കൽനാ وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. മറക്കരുത്, ഞാൻ ഇതിനിടയിൽ നിങ്ങളെ പഠിപ്പിച്ചു, അലാ അദുല്ലുക്കും കൻസം മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധി നിക്ഷേപങ്ങളിൽ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ഹബീബ് ചോദിച്ചിട്ട്, അപ്പോൾ അവർ സമ്മതിച്ചപ്പോൾ ഹബീബ് പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലി. അല്ലാഹു മതി നമുക്ക്, അല്ലാഹു ധാരാളമാണ് നമുക്ക്, അവനിൽ നമ്മൾ ഫലമേൽപ്പിക്കുന്നവനാണ്. അലൈഹി തവക്കൽനാ വ ഇലൈഹി അനബ്നാ വ ഇലൈഹിൽ മസീർ. അവനിലേക്ക് മടങ്ങിപ്പോകാൻ ാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ.